ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് അനിത, ഇതെൻ്റെ ഹസ്ബൻഡ് ബിബിൻ. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്താൾ ഡിയോൺ, രണ്ടാമത്തെ ആൾ ഡാനിയേൽ, മൂന്നാമത്തെ ആൾ ആൻഡ്രീസ, നാലാമത്തെ ആൾ എസാ മരിയ. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് കുഞ്ഞിൻ്റെ കാര്യവും എൻ്റെ ഒരു ആരോഗ്യ പ്രശ്നവും മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കാര്യവും എൻ്റെ ചേച്ചിക്ക് കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത്. ഞങ്ങൾ ദുബായിലാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഈ 2023 ഫെബ്രുവരിയിലാണ്. ഉടമ്പടിക്ക് ശേഷം ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങളുടെ കൂടെ അമ്മ ഉണ്ട്, ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് തരികയും ഞാൻ ദിവസവും അത് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഉടമ്പടി തൈലം ഞങ്ങൾ മക്കൾക്ക് പുരട്ടി കൊടുക്കുകയും തേന് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അത് ആദ്യത്തെ സാക്ഷ്യം എസാ മരിയ. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന് 9 ആഴ്ച പ്രായം ഉള്ളപ്പോഴാണ്, വയറ്റിൽ 9 ആഴ്ച പ്രായമുള്ളപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രഗ്നൻസി ഞാൻ ഡോക്ടറെ പോയി കണ്ടു. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുള്ള പ്രഗ്നൻസി ആയതുകൊണ്ടും എൻ്റെ പ്രായത്തിൻ്റെ കൊണ്ടും എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. 3-ാമത്തെ മാസം ഒരു ND സ്കാനിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ് എല്ലാം നോർമലാണ്. ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും, അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ ആരും വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളോർത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു വിചാരിച്ചു. അങ്ങനെ ഈ സ്കാനിങ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒരു 4 ദിവസം കഴിയുമ്പോഴാണ് എനിക്കൊരു ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ചെറിയ ബ്ലീഡിങ് ആയിരുന്നെങ്കിലും പിന്നീട് ഇത് ഹെവി ബ്ലീഡിങ് ആയി. എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ബ്ലീഡിങ് ആയി. അങ്ങനെ ഞങ്ങൾ എന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഗൈനക്കോളജിസ്റ്റുള്ള ഹോസ്പിറ്റലിലല്ല പോയത്. എത്രയും പെട്ടെന്ന് എത്താനായിട്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി അഡ്മിറ്റായി. അവർ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഡൗട്ടായിരുന്നു കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ളത്. പക്ഷേ അപ്പോൾ തന്നെ അന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ബെഡ് റെസ്റ്റ് പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പോഴും ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട്, അതായത് കൊച്ചിൻ്റെ സ്കാനിങ്ങിൻ്റെ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ബ്ലീഡിങ് കഴിഞ്ഞൊരു 4 ദിവസമായപ്പോൾ ഞങ്ങൾ ഓർത്തു എന്നെ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് പോയി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി. ആസ്റ്റർ ഹോസ്പിറ്റലാണ് ദുബായിലെ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമില്ല, ബെഡ് റെസ്റ്റ് എടുത്താൽ മതി, 4-ാമത്തെ കുട്ടിയല്ലേ, എൻ്റെ മസിൽസൊക്കെ ഭയങ്കര വീക്കാണ്, അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ മറ്റേ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് വന്നായിരുന്നോ? ഞങ്ങൾക്കൊന്നും റിപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയപ്പോഴാണ് കാണുന്നത് കൊച്ചിന് ഡൗൺ സിൻഡ്രോമിൻ്റെ ചാൻസസ് കാണിക്കുന്നുണ്ടെന്നുള്ളത്. അതായത് എൻ്റെ ബ്ലഡിലുള്ള ഒരു കൗണ്ടിൻ്റെ ഇഷ്യൂ വെച്ചിട്ടാണ് അവർ പറയുന്നത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഈ 4-ാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ എന്നോട് 2-3 ഡോക്ടേഴ്സ് ചോദിച്ചു, നിനക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മുൻപോട്ട് പോയതെന്ന്. എനിക്ക് കരയണോ അവിടെ ഡോക്ടറോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ ഞാൻ കരയുവാണെങ്കിൽ ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിയമമുണ്ട്, ഇങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്യും. അങ്ങനെ അവർ പറഞ്ഞു ഫീറ്റൽ മെഡിസിനെ കൊണ്ട് കാണിക്കാൻ. അങ്ങനെ അത് ചെയ്താലേ ഈ ഡോക്ടർ പിന്നെ എന്നെ കണ്ടിന്യൂസ് നോക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫീറ്റൽ സ്പെഷ്യലിസ്റ്റിനെ തപ്പി നടന്ന് ലാസ്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റിനെ അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെത്തി. ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞാൻ ആ സമയത്തൊന്നും ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് സെപ്റ്റംബറിലാണ്. 2022 സെപ്റ്റംബറിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നത് ഒക്ടോബർ മാസം അവസാനമാണ്. അങ്ങനെ കാണാൻ പോയി. അവിടെ പോകുന്ന വഴിക്ക് ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മയപ്പോൾ അബുദാബിയിലുണ്ട്. അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മച്ചി ഇന്ന പോലാണ് പ്രശ്നം, ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്നും കുഴപ്പം വരും, കാരണം അമ്മേനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ, കുഴപ്പമൊന്നും കാണത്തില്ല അമ്മ, എന്തായാലും സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, മാതാവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചോ, ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ധൈര്യം കിട്ടി. പേടിച്ച് കരഞ്ഞു പോയി ഞാൻ. അത് കാര്യമേ മറന്നുപോയി. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എന്തിനാ അവിടെ പോകുന്നത് പോലും ഞാൻ മറന്നുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ ഞങ്ങളെ സ്വീകരിച്ചത്
ഇത്രയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു ഡോക്ടറാണെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല. നമ്മളെ ചിരിച്ച് അകത്ത് കയറ്റി നമ്മളെ നല്ലപോലെ ആശ്വസിപ്പിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ചാൻസസ് കാണുമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കും, മാതാവേ ഒരു കുഴപ്പവും കാണില്ല, എൻ്റെ വേദനകളൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് സഹിക്കാൻ ശക്തി തന്നാൽ മതി, പക്ഷേ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് എനിക്ക് തരണം, എനിക്കത് സാക്ഷ്യപ്പെടുത്തണം, ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഞാൻ മാതാവിന് നേർന്നു, മാതാവിന് ഉണ്ണീശോയ്ക്ക് നേർന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് അടുത്ത് വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഇപ്പോഴും കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഹോപ്പുണ്ട്. എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങിൽ ബ്ലഡ് ടെസ്റ്റിൽ 1:113 എന്ന് പറഞ്ഞൊരു റിസ്ക് ഇപ്പോൾ 1:225 എന്ന റിസ്കിൽ മാറി. അതായത് 225 പേരിൽ ഒരു കുട്ടിക്ക് മാത്രം ഉണ്ടാകുന്നൊരു ചാൻസ് എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ പ്രായം, എൻ്റെ കൗണ്ടിലുള്ളൊരു ഇഷ്യൂ കാരണം ചാൻസസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവസാന നിമിഷം വരെ സ്കാനിങ്ങൾ നടത്തണം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഗൈനക്കോളജിനോട് പറഞ്ഞു, നിങ്ങൾ ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഡോക്ടർ, ഞങ്ങൾ ഇതുമായിട്ട് മുൻപോട്ട് പോകുവാന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ കുറേ ടെസ്റ്റുകളുണ്ട്, നിങ്ങളത് ചെയ്ത് നോക്ക്, എന്നിട്ട് അതിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടും കൊച്ചിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട, ഒരു കുഴപ്പവും കാണില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ മുൻപോട്ട് പോയി. അങ്ങനെ 32ാമത്തെ ആഴ്ചയായപ്പോൾ സ്കാനിങ്ങിന് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, കൊച്ചിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് നല്ല കറക്റ്റായിട്ടുള്ള വളർച്ചയുണ്ട്, ഫിസിക്കലി കൊച്ചിനെ കണ്ടിട്ട് യാതൊരു അബ്നോർമാലിറ്റീസും ഇല്ല. കാരണം ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുടെ എന്താ പറയുക, ഫിസിക്കൽ അപ്പിയറൻസിൽ ഒത്തിരി ഡിഫറൻസ് കാണും. അപ്പോൾ അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. സ്കാനിങ്ങിലും അവസാനത്തെ സ്കാനിങ്ങിൽ അത് 1:725 എന്നുള്ള ലെവലിലേക്ക് അത് മാറിക്കിട്ടി. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി തൈലം എന്നും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. കാരണം ഞാൻ ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ 32ാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഈ മസിലിൻ്റെ ഇഷ്യൂസും പെൽവിക് ബോണിൻ്റെ ഇഷ്യൂസ് കാരണവും ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ടും 34ാമത്തെ ആഴ്ച തൊട്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കണം, പ്രീ ടൈം ലേബർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ 3ാമത്തെ കുട്ടി 35ാമത്തെ ആഴ്ചയിൽ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ടും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടും ഡോക്ടർ പറഞ്ഞു, നല്ലപോലെ ശ്രദ്ധിക്കണം, ഇനിയും ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, 34ാമത്തെ ആഴ്ചയിൽ തൊട്ട് ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഇവളുണ്ടാകുന്നത് 38 ആഴ്ചയും 5 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഇവളുണ്ടാകുന്നത്. ഉണ്ടായപ്പോൾ 3 കിലോ 650 ഗ്രാം ഈ കുട്ടി ഉണ്ടായിരുന്നു. പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരികയും ചെയ്തു. അത് ഡോക്ടേഴ്സ് അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇവളുടെ സാക്ഷ്യം ഇവിടെ ഇപ്പോഴൊക്കെ 3.5 മാസം പ്രായമുണ്ട്. ഏപ്രിൽ 24-ാം തീയതിയാണ്. ഈ 24 4 മാസം പ്രായമാകും കുഞ്ഞിന്. അതുപോലെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, 3ാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഒത്തിരി വേദനകൾ, അതായത് എൻ്റെ പെൽവിക് ബോണിൻ്റെ ജോയിൻറ്റ് അകന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് SPD എന്നാണ്, സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് അത് അകന്നു പോയി. അപ്പോൾ എൻ്റെ യൂട്രസിൻ്റെ മസിലിന് സ്ട്രെങ്ത് ഇല്ല. ഇത് പെൽവിക് ബോണിലോട്ട് പിടിച്ചിരിക്കുകയാണ് ഈ മസിൽ. അപ്പോൾ അത് ഈ ജോയിൻ്റ് അകന്നു പോകും തോറും മസിൽസ് ഭയങ്കരമായിട്ട് വീക്കായിട്ട് യൂട്രസിനെ ഹോൾഡ് ചെയ്യാനോ കൊച്ചിൻ്റെ വെയിറ്റ് താങ്ങാനോ അതിന് ശക്തിയില്ല. അതിന് എനിക്ക് വേദന കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ 3ാമത്തെ പ്രഗ്നൻസിയിൽ 2 മാസം ആയപ്പോൾ തൊട്ട് എനിക്ക് നടുവിന് വേദന, സാധാരണ എനിക്കങ്ങനെ വേദന ഇല്ലാത്തതാണ്, നടുവിന് വേദന, കാലിലോട്ട് ആ വേദന റേഡിയേറ്റ് ചെയ്യുന്നു. എനിക്ക് ഇരുന്നിട്ട് എണ്ണിക്കാൻ വയ്യ, എണ്ണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കാൻ പറ്റില്ല, കിടന്നിട്ട് എണ്ണിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഓരോ അവസ്ഥകൾ വന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചു, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ അടിവയറ്റിലൊക്കെ ഞെക്കുമ്പോൾ എനിക്ക് ജീവൻ പോകുന്ന വേദനയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ചാൻസസ് ഇതാണ്, SPD ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡെലിവറിക്ക് ശേഷം നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഈ വേദനയായിരുന്നു. ഓരോ മാസവും മുമ്പോട്ട് പോകും തോറും എനിക്ക് വേദനകൾ കൂടിക്കൂടി വന്നു. അങ്ങനൊരു ഹിസ്റ്ററി എനിക്ക് ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഇവൾ 3ാമത്തെ കുഞ്ഞ് 35ാമത്തെ ആഴ്ചയിൽ ജനിക്കുകയായിരുന്നു. അതിനുശേഷം 2 മാസത്തെ ഫിസിയോതെറാപ്പി കൊണ്ടാണ് ഞാൻ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് നടക്കാൻ പാടില്ല, എനിക്ക് വേദന കൊണ്ട്. അതായത് രാത്രിയിൽ കിടന്നിട്ട് എനിക്ക് ബാത്റൂമിലൊന്ന് പോകണമെങ്കിൽ, എണ്ണീച്ച് ഇരിക്കണമെങ്കിൽ തന്നെ, ചെരിയണമെങ്കിൽ തന്നെ എനിക്കൊരു സഹായം വേണം. ഞാൻ ശ്വാസം വലിച്ചെടുത്ത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിയുന്നത്. തിരിഞ്ഞിരുന്നാൽ തന്നെ എനിക്ക് എണ്ണിക്കാൻ പറ്റില്ല. അവിടെ കൈ കുത്തി എണ്ണീച്ചിരുന്ന് വയറ് കൈകൊണ്ട് പിടിച്ച് പൊക്കിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോകുന്നത്.
അത്രയ്ക്ക് വേദനയായിരുന്നു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് 2 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. അങ്ങനൊരു ഹിസ്റ്ററി ഉള്ളപ്പോൾ നീ എന്തിനാണ് 4ാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കിയതെന്നാണ് ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് നമ്മുടെ കയ്യിലില്ല, ദൈവത്തിൻ്റെ ദാനമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവ കൂടെ പ്രശ്നമാണെന്ന്. അന്ന് ഞാൻ എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോയി. മാതാവേ, ഞാൻ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാതെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചപ്പോഴും എൻ്റെ വേദനകളുള്ളപ്പോഴും കുഞ്ഞിനെ കൂടെ ഇങ്ങനെ ആക്കി തരുവാണോ? അങ്ങനെ ഞാൻ ഓർത്തു. പെട്ടെന്ന് ഉള്ളിയിരുന്ന് പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ? എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ ഈശോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു, ഇല്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അവൾക്കും ഒരു കുഴപ്പം കാണില്ല. അന്ന് ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ വേദന നീ മാറ്റിത്തരണ്ട, ഞാനത് സഹിച്ചോളാം. പക്ഷെ ആ സഹനത്തിലൂടെ എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പവും കൂടാതെ എനിക്ക് കിട്ടണം. ഈ വേദന സഹിക്കാനുള്ള ശക്തി മാത്രം എനിക്ക് തന്നാൽ മതി. എന്നോട് ഞാൻ പ്രാർത്ഥന അപേക്ഷിക്കുമ്പോഴൊക്കെ പറയും, എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടിയാൽ മതി, വേദന മാറ്റണ്ട. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് സഹനങ്ങളിലൂടെ ഈശോ പ്രവർത്തിക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ, പക്ഷേ എനിക്ക് 3ാമത്തെ പ്രഗ്നൻസിയിലുണ്ടായ പകുതി വേദന പോലും ഈ 4ാമത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായില്ലെന്നുള്ളതാണ് സത്യമായ കാര്യം. മാതാവ് അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എങ്കിലും എനിക്കത് തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ 3ാമത്തെ മാസം ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായെന്ന്. പക്ഷേ എൻ്റെ ബ്ലഡ് കൗണ്ട് താഴ്ന്നു പൊക്കോണ്ടിരിക്കുമെന്ന് ആരും കണ്ടുപിടിച്ചില്ല. 28ാമത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് കൗണ്ട് 9 ഉള്ളൂ, HB എന്ന് പറഞ്ഞിട്ട്. ആ റിപ്പോർട്ട് വന്നിട്ട് പോലും ഡോക്ടേഴ്സ് മറന്നുപോയി എന്നെ അറിയിക്കാനായിട്ട്. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ലോ, ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം. ചോദിച്ചപ്പോഴാണ് അറിയുന്നത് എൻ്റെ ബ്ലഡ് കൗണ്ട് 9 ഉള്ളൂ. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു, ഇത് നമുക്ക് പ്രീ ടൈം ലേബർ ചാൻസസ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ ഇനിയും ബ്ലഡ് കൂടത്തില്ല, അതുകൊണ്ട് നമുക്ക് അയൺ ഇഞ്ചക്ഷൻ നമുക്ക് തന്നു നോക്കാം, അതുകൊണ്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെയും സങ്കടമായി, എങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ 32ാമത്തെ ആഴ്ചയിൽ ഡോക്ടറെ കണ്ടു. ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്. 32ാമത്തെ ആഴ്ച ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, അതുകൊണ്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം. ഈ വെയിറ്റ് കൂടിയാൽ നിൻ്റെ യൂട്രസ് അതിനുള്ള ബലമില്ല, കൊച്ചിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കൊച്ച് നേരത്തെ പുറത്ത് വരുമെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ ഒത്തിരി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് കൊച്ചിനും അമ്മയ്ക്കും. അങ്ങനെ ബ്ലഡ് കയറ്റാമെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് നോർമൽ ഡെലിവറിക്ക് പോകണ്ട, സിസേറിയൻ ചെയ്യാം. കാരണം നോർമൽ ഡെലിവറി നടത്തിയാൽ പിന്നെയും ഇത് അകന്നു പോയാൽ സർജറി അല്ലാതെ വേറെ നിവർത്തിയില്ല, ഈ എല്ലുകൾ അടുപ്പിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്തു. ഓർത്തോ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാൻ വേറെ ഡോക്ടറെ പോയി കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം, നീ ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക, സർജറി ചെയ്യേണ്ട വന്നാൽ അന്നേരം ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പം നീ ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. 35ാമത്തെ ആഴ്ചയായപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് പതുക്കെ കൂടാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് ഡോക്ടേഴ്സ് എല്ലാ വീക്കിലും പോകണം ചെക്കപ്പിന്. ഡോക്ടേഴ്സ് പറഞ്ഞു ചാൻസസ് ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഡയലേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമുക്കൊരു 36 ആഴ്ച വരെ എങ്കിലും നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 38ാമത്തെ ആഴ്ചയിൽ 38.5 ആഴ്ചയായപ്പോഴാണ് ഡെലിവറി ആയത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു എന്ന് 3ാമത്തെ ഡെലിവറിക്ക് ശേഷം. അപ്പോൾ അതായിരുന്നു വലിയൊരു ചലഞ്ച്. നോർമൽ ഡെലിവറി നടത്തിയാൽ പിന്നീട് എനിക്ക് നല്ലപോലെ നടക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ശ്രമിക്കാം, ചിലപ്പോൾ ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ അവർ ഭയങ്കര പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് എന്നെ ഡെലിവറി റൂമിൽ കയറ്റുന്നത്. ഡെലിവറി കഴിഞ്ഞു, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ എനിക്കിന്നിവിടെ നടന്നു വരാൻ പറ്റി. ഞാൻ വീട്ടിലെ സകല ജോലികളും ചെയ്യും, കുഞ്ഞുങ്ങളെ എടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാതാവ് അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. എൻ്റെ അകന്നിരുന്ന ബോൺ ഇപ്പോഴും അകന്നു തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ഞാൻ എങ്ങനെ നടക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ബോണ് ഒരു ജോയിൻ്റ് അകന്നിരിക്കുന്നപ്പോൾ ബാക്കി ജോയിൻറ്റുകളും അകന്നുകൊണ്ടിരിക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് കതകിൻ്റെ ഒരു ജോയിൻ്റ് ഇളകിക്കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ ബാക്കിയെല്ലാം ഇളകാൻ തുടങ്ങും. അതുതന്നെയാണ് എൻ്റെയും പെൽവിക് ബോണിൻ്റെ അവസ്ഥ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ ഡെലിവറിക്ക് ശേഷം 4ാമത്തെ ഡെലിവറിക്ക് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ ഫിസിയോതെറാപ്പി ലാസ്റ്റ് ഡെലിവറിയിൽ ഞാൻ 1 മാസം കംപ്ലീറ്റ് ഫിസിയോതെറാപ്പിയും 1 മാസം ആയുർവേദ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടാണ് ഞാൻ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു വേദനയും കൂടെ നടക്കുവാനും എല്ലാ പണികളും ചെയ്യുവാനായിട്ടും എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 3ാമത്തെ കുഞ്ഞ് ആൻഡ്രീസ. അവൾ 1.5 വയസ്സായപ്പോഴും നടക്കുന്നില്ല. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ. ഞാൻ ഡിസംബർ മാസം ഇവിടെ വന്നിരുന്നു, ഉടമ്പടി എടുക്കാൻ നോക്കി, പക്ഷേ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് ഒരു ദിവസം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മളൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ
ഞാൻ ഒരു ഡേറ്റ് ഇടുവാണ്, ഈ ഫെബ്രുവരി മാസം അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ കുഞ്ഞ് നടക്കണം. കാരണം 1.5 വയസ്സ് ഫെബ്രുവരി 1-ാം തീയതി ആയി, അതുവരെ അവൾ നടന്നിട്ടില്ല. പിടിച്ചേ നിൽക്കുകയുള്ളൂ, പിടിച്ച് നടക്കാൻ പോലും ഒക്കെ അറിയില്ല. ആ കുഞ്ഞ് ഫെബ്രുവരി 16-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് 1.5 ആഴ്ചയ്ക്ക് ശേഷം അവൾ 2 സ്റ്റെപ്പ് വെച്ചു. 17-ാം തീയതി 3 സ്റ്റെപ്പ് വെച്ചു. 19-ാം തീയതി അവൾ ഒരു സഹായം കൂടാതെ നല്ലതുപോലെ നടക്കാൻ തുടങ്ങി. അവളെ നടത്തിച്ച് ഞാൻ ഇന്നിവിടെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ 3ാമത്തെ കുഞ്ഞ്. ഇനി എൻ്റെ 4ാമത്തെ സാക്ഷ്യം, എൻ്റെ മൂത്ത ചേച്ചി സ്കോട്ട്ലൻഡിലാണ്. ഇവിടുന്ന് OET എക്സാമൊക്കെ എഴുതി നല്ല മാർക്കോടെ പാസ്സായി അവിടെ ചെന്നു. അവിടെ ഓസ്കി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു, കിട്ടും, കൂടെയുള്ള മിടുക്കിയാണ്, എല്ലാം കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതാൻ പോയി. ഫസ്റ്റ് എക്സാം എഴുതി, കിട്ടിയില്ല. ഏറ്റവും സങ്കടം ഉണ്ടായതെന്ന് വെച്ചാൽ കൂടെയുള്ള എല്ലാവരും പാസ്സായി, ചേച്ചി മാത്രം പാസ്സായില്ല. 2ാമത്തെ എക്സാം എഴുതാൻ പോയപ്പോൾ ഭയങ്കര വിഷമം, എടീ ഞാൻ മാത്രം തോറ്റുപോയി, എന്നെ എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, നമുക്ക് മാതാവുണ്ട്, മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് ചേച്ചിനെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറച്ച വിശ്വാസത്തിൽ. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മയും പറഞ്ഞു, നീ വിഷമിക്കേണ്ടടി, മാതാവ് കാത്തോളും, നീ പോയി എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ എക്സാം എഴുതി നല്ല മാർക്കോടെ ചേച്ചിക്ക് പാസ്സാകാനും പറ്റി. അങ്ങനെ മാതാവ് ഉണ്ണീശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതം നൽകിയ അനുഗ്രഹങ്ങൾ വളരെയേറെയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. യേശുവെ സ്തുതി, യേശുവെ നന്ദി.